വെൽക്കം ടു PSC ഇറ്റ് വേൾഡ്. ഇന്നത്തെ ടോപ്പിക് മണ്ണ്. മണ്ണിനെ കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം പാറാട്ടുകോണം, സ്വീകാര്യം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യ മണ്ണ് മ്യൂസിയം പാറാട്ടുകോണം. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് 2015. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത്. അന്താരാഷ്ട്ര മണ്ണ് ദിനം ആചരിക്കുന്നത് ഡിസംബർ 5. ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണ്, കരിമണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്. പ്രധാനപ്പെട്ടവയാണ് എക്കൽ മണ്ണ്, കരിമണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ് എന്നിവ. ഇനി ഓരോന്നായി നോക്കാം. എക്കൽ മണ്ണ് അല്ലെങ്കിൽ ആലുവേയൽ സോയിൽ. എക്കൽ മണ്ണ് അല്ലെങ്കിൽ ആലുവിയൽ സോയിൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. ഏറ്റവും ഫലഭൂയിഷ്ഠമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. പഴയ എക്കൽ മണ്ണിനെ ഭങ്കർ എന്നും പുതിയ എക്കൽ മണ്ണിനെ ഖാദർ എന്നും പറയുന്നു. പഴയ എക്കൽ മണ്ണ് ഭങ്കർ എന്നറിയപ്പെടുന്നു, പുതിയ എക്കൽ മണ്ണ് ഖാദർ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്, ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ് എക്കൽ മണ്ണ്, കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്ന മണ്ണാണ് എക്കൽ മണ്ണ്, നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. അതുപോലെ തന്നെ പഴയ എക്കൽ മണ്ണിനെ ഭങ്കർ എന്നും പുതിയ എക്കൽ മണ്ണിനെ ഖാദർ എന്നും പറയുന്നു. സെക്കൻഡ് മണ്ണ് കരിമണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. ലാവാശിലകൾക്ക് അപക്ഷയം രൂപിച്ചു കൊള്ളുന്ന മണ്ണാണ് കരിമണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് കരിമണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കരിമണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡക്കാൻ പീഠഭൂമിയിലാണ്. ഡക്കാൻ പീഠഭൂമിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമണ്ണ് കാണപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. അതുപോലെ തന്നെ നിലക്കടല കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. ചെർണോസം എന്നും റിഗർ എന്നും അറിയപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ചെർണോസം എന്നും റിഗർ എന്നും അറിയപ്പെടുന്ന മണ്ണ് കരിമണ്ണ്. നെക്സ്റ്റ് വൺ ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ. കായാന്തരിത ശിലകളും ആഗ്നേയശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണാണ് ചെമ്മണ്ണ്. കായാന്തരിത ശിലകളും ആഗ്നേയശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണാണ് ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാൻ കാരണം അയൺ ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡ് കാരണമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെമ്മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ് ചെമ്മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കരിമണ്ണ്. ഡക്കാൻ പീഠഭൂമി കരിമണ്ണ്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ. ചെങ്കൽ മണ്ണ്. നെക്സ്റ്റ് വൺ ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. അതായത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ. മഴക്കാലം വേനൽക്കാലം മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ്. ജലം അധികം തങ്ങി നിൽക്കാത്ത മണ്ണാണ് ചെങ്കൽ മണ്ണ്. ജലം അധികം തങ്ങി നിൽക്കാത്ത മണ്ണാണ് ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണുള്ള സ്ഥലത്ത്
കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ, കുരുമുളക്, കശുമാവ്, തെങ്ങ്. റബ്ബർ, കുരുമുളക്, കശുമാവ്, തെങ്ങ് എന്നിവയാണ് ലാറ്ററൈറ്റ് സോയിലിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? മഴക്കാലവും വേനൽക്കാലവും മാറി അല്ലെങ്കിൽ നല്ല ചൂടും മഴയും ലഭിക്കുന്ന സ്ഥലങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. ജലം തങ്ങി നിൽക്കാത്ത മണ്ണാണിത്. പ്രധാന വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ റബ്ബർ, കുരുമുളക്, കശുമാവ്, തെങ്ങ് എന്നിവയാണ്. നെക്സ്റ്റ് വൺ, പർവ്വത മണ്ണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. അതുപോലെ തന്നെ നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണാണ് പർവ്വത മണ്ണ്. നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണാണ് പർവ്വത മണ്ണ്. അത് നെക്സ്റ്റ് വൺ, മരുഭൂമി മണ്ണ്. ലവണാംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് മരുഭൂമി മണ്ണ്, അല്ലെങ്കിൽ ഉപ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണ് എന്നറിയപ്പെടുന്നത് മരുഭൂമി മണ്ണ്. അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്നു എന്നറിയപ്പെടുന്ന മണ്ണ് മരുഭൂമി മണ്ണ്. പീറ്റ് മണ്ണ്. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. അപ്പൊ പ്രധാനമായും ഈ വീഡിയോയിൽ പറയുന്നത് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അന്താരാഷ്ട്ര മണ്ണ് വർഷമാണ് 2015. അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, കരിമണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്, പർവ്വത മണ്ണ്, മരുഭൂമി മണ്ണ്, പീറ്റ് മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണാണ് എക്കൽ മണ്ണ് അഥവാ അലുവയൽ സോയൽ. ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണിത്. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണ്. പുതിയ എക്കൽ മണ്ണിനെ ഖാദർ എന്നും പഴയ എക്കൽ മണ്ണിനെ ഭങ്കർ എന്നും പറയുന്നു. കരിമണ്ണെ കുറിച്ച് എന്താ പറഞ്ഞത്? ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് കരിമണ്ണ്. ഇന്ത്യയിൽ കരിമണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്? ഡക്കാൻ പീഠഭൂമിയിലാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ കരിമണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. ചെർണോസം എന്നും റിഗർ എന്നും അറിയപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ്. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? ചെമ്മണ്ണാണ് ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ്. ഇതിന് ചുവപ്പ് നിറം ലഭിക്കാൻ കാരണം ഇരുമ്പിന്റെ അംശം കൂടുതലായതുകൊണ്ടാണ്. ചെമ്മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയില്. പ്രധാന വിളകള് റബ്ബർ, കുരുമുളക്, കശുമാവ്, തെങ്ങ് എന്നിവയാണ്. മഴക്കാലം വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. അതുപോലെ നമ്മൾ പർവ്വത മണ്ണ് എന്താണെന്ന് പറഞ്ഞു, മരുഭൂമി മണ്ണ്, പീറ്റ് മണ്ണ് ഇവയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും വേറൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.